ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ഒരു സ്റ്റൈലിഷ് ഡിസൈനാണ് കംപ്ലീറ്റ് വരുന്നത്. എക്സസൈസിങ് മോഡുകൾ ഒരുപാട് വരുന്നുണ്ട്. 100ൽ പരമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് ഓക്കെ. ഇതിപ്പോൾ അയച്ചെന്ന് കേട്ട വോയിസിന് കൊടുത്തു നോക്കാം. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് മീ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പിന്നെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ അൺബോക്സിംഗ് ട്രാവൽ എല്ലാം കൂടെ വരുന്നൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ ഞെക്കാൻ മറക്കണ്ട, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ GT Pro, HUAWEIയുടെ പുതിയ വാച്ചായ GT2 Pro ആണ് അൺബോക്സ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു ബോക്സ് തന്നെയാണ് അൺബോക്സ് ചെയ്യാൻ. നമുക്ക് കുറച്ച് കൂടുതൽ പറഞ്ഞാൽ വെറുപ്പിക്കാനില്ല. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോ ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് നോക്കുമ്പോൾ നൈസ് പാക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഒരു വലിയൊരു ബോക്സ് ആണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് HUAWEI GT2 Pro കൊടുത്തിട്ടുണ്ട്. HUAWEIയുടെ ഒരു ബാഡ്ജിങ്, പിന്നെ വാച്ചിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് വരണം. അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്കിൽ. ഇത്രയൊക്കെ ഉള്ളൂ ബോക്സിൽ പറയാനാണെങ്കിൽ. നൈസ് പാക്കിംഗ് ആണ്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ലക്ഷറീസ് ഫീൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ. ഇവിടെ ഒരു HUAWEIയുടെ ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ വാച്ച് ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത്. സൈഡിലായിട്ട് ഒരു റോ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു USB കേബിളും പിന്നെ ഒരു മാഗ്നറ്റിക് ഡോക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഗൈഡും ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കും ഒരു വാറണ്ടി കാർഡും വരുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു ബുക്കും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ബുക്കായിരിക്കാം. കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഒന്നും വരുന്നില്ല. ഇത്രയൊക്കെയാണ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ നമ്മുടെ വാച്ചും കൂടെ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുമ്പോൾ തന്നെ ഒരു സ്റ്റൈലിഷ് ഡിസൈനാണ് കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, ബാക്കിലായിട്ട് ഒരു സെൻസേഴ്സ് കാണാൻ കഴിയും. പിന്നെ നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ്. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. സെൻസേഴ്സൊക്കെ വരുന്നുണ്ട് ബാക്കിലായിട്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ്. പിന്നെ പറയാനാണെങ്കിൽ ഇതൊരു ആക്റ്റീവ് എഡീഷനാണ്. ഇതിൻ്റെ ജസ്റ്റ് ഇനി ഓൺ ആക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വെക്കാം. സൈഡിൽ 2 പവർ ബട്ടൺ വരുന്നുണ്ട്. HUAWEI എഴുതി കാണിക്കുന്നുണ്ട്. സൈഡിൽ 2 പവർ ബട്ടൺ വരുന്നുണ്ട്. അതിൽ മുകളിലത്തെ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ഓൺ ആവുന്നതാണ്. ഇപ്പോൾ പെയറായിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് പെയറാക്കാം. ഓക്കെ, അപ്പോൾ ഇത് പെയറാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ HUAWEI ഹെൽത്ത് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും iOS-ലൊക്കെ ലഭിക്കുന്ന ആപ്പാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇത് കാണിക്കുന്ന ലെഗിൽ എടുത്തു വിടുക. പിന്നെ ജസ്റ്റ് ഒന്ന് അല എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പെയറായി കാണിച്ചു തരാം. ആഡ് കൊടുക്കണം. ആഡ് കൊടുത്തതിന് ശേഷം സ്മാർട്ട് വാച്ചാണ് ഇത് കണ്ടുപിടിക്കണം. ഒരുപാട് സീരീസ് ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ GT2 Pro ആണ് അടുക്കുക. GT2 Pro. ഓക്കെ, അപ്പോൾ നമ്മളെ വാച്ച് പെയറായിട്ടുണ്ട്. നമ്മളിവിടെ പോക്കോ C3 പെയറാട്ടാൻ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ടിക്ക് കൊടുത്തു വിടുക. അപ്പോൾ പെയറിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പെയറിങ് സക്സസ്ഫുള്ളി. ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മുടെ വാച്ച് ഇവിടെ പെയറായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ മൊബൈലിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൊടുക്കും. നോട്ടിഫിക്കേഷൻ എന്തൊക്കെ വരുന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കൊടുക്കാം. അതിനുശേഷം വാച്ച് കേട്ടോ. ഇപ്പോൾ എക്സസൈസ് മോഡലിലാണെങ്കിൽ ഒരുപാടുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഈ കോളിൽ വരികയാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം, ഡിക്ലൈൻ ചെയ്യാം, പകരം റിപ്ലൈയും കൊടുത്ത് വിടാം. ഇതിൽ തന്നെ നമുക്ക് സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുക എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് ഇതിൽ തന്നെ സംസാരിച്ച് കോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒരു ഹെൽപ്ഫുൾ ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇത് എന്താ പറയുക, ഇത് ആക്ടിവിറ്റി, ഇത് എക്സസൈസിങ് മോഡുകൾ ഒരുപാട് വരുന്നുണ്ട്. 100ൽ പരമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് റണ്ണിങ് കോഴ്സ് വരെ തരുന്നുണ്ട് ആർട്ടിഫിഷ്യലായിട്ട്.
അപ്പോൾ ഔട്ട്ഡോർ റൺ, ഇൻഡോർ റൺ, ഔട്ട്ഡോർ വാക്കിംഗ്, ഔട്ട്ഡോർ സൈക്ലിംഗ്, ഒരുപാട് സ്വിമ്മിങ്, ഹൈക്ക്, മൗണ്ടൈൻ ഹൈക്ക് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. ഡ്രൈവിംഗ് റേഞ്ച്, ഹോക്കി, ക്രിക്കറ്റ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതേഴ്സ് നമുക്ക് ഇനി വേണമെങ്കിൽ എക്സ്ട്രാ ആണെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. കസ്റ്റമായിട്ട് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. പിന്നെ റൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങിൻ്റെ സ്ഥലമാണ് വരുന്നത്. അതിനുശേഷം സ്ട്രെസ്സ്, അതിനുശേഷമാണ് ഈ വെതർ കണ്ടീഷൻ മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ മ്യൂസിക് നമുക്ക് വാച്ചിൽ വേണമെങ്കിലും ഇൻബിൽഡ് ആയിട്ട് ഒരു സോങ് ഇതിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സോങ്. അതിൽ 4 GB റാം വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കുറച്ച് സോങ്സ്. അല്ലാതെ നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് എന്താ പറയുക പ്ലേ ചെയ്യാൻ സാധിക്കും, വാച്ചിൽ നിന്നും പ്ലേ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് വാച്ചിൽ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വാച്ച് പ്ലേ ചെയ്യുമ്പോൾ ഇത്ര വോയിസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഫൈനൽ വോയിസ്. നല്ലൊരു വോയിസ് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഓക്കെ, ഇതിപ്പോൾ വാച്ചിൽ നിന്ന് കേട്ട വോയിസ് ആണ് സോങ്ങിൻ്റെ. നല്ല വോയിസ് ഉണ്ട്. ഓക്കെ, നൈസാണ്. അപ്പോൾ നമുക്ക് ഫോണിൽ നിന്ന് നമുക്ക് എന്താ പറയുക പെയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പ്ലേ ചെയ്യാം. ഓക്കെ, അതും കൊള്ളാം, നല്ലൊരു ഇതാണ്. പിന്നെ അടുത്ത സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര കലോറീസ് ബാനായി, എത്ര കിലോമീറ്റർ നടന്നു എന്നൊക്കെ ഉള്ള ഒരു ആക്ടിവിറ്റി ലോഗോയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അവിടെ പറയേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ. ഇനി നെക്സ്റ്റ് നമ്മൾ ആക്ടിവിറ്റി വർക്കൗട്ട് റെക്കോർഡ് വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് മോർണിംഗ്, SpO2 വരുന്നുണ്ട്. ആക്ടിവിറ്റി റെക്കോർഡ്, സ്ലീപ്പ്, സ്ട്രെസ്, ബ്രീത്തിങ് എക്സസൈസ്, കോൾ ലോഗ്, കോണ്ടാക്ട് ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട്. കോമ്പോസ്, നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നുണ്ട്. അലാറം, ഫ്ലാഷ് ലൈറ്റ്, ഫൈൻ ഫോൺ, ഓക്കെ എല്ലാം വരുന്നുണ്ട്. ഫൈൻ ഫോൺ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്താ പറയുക നമ്മളെ ഫോൺ ഇപ്പോൾ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ജസ്റ്റ് നമ്മളെ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാച്ചിൽ തന്നെ നമുക്ക് ഫൈൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഐ ആം ഹിയർ എന്ന് പറയും. ഇത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ വാച്ചിലെ ഫീച്ചേഴ്സ് കുറച്ച് പറയാനാണ്. പിന്നെ അടുത്ത പറയാനാണെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് ഇതിൽ തന്നെ ഒരുപാട് വാച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഈ ഹുവായി ഹെൽത്ത് എന്ന ആപ്പിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻബിൽഡ് കുറച്ച് വാച്ച് സ്പേസ് നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഹുവായി ഹെൽത്ത് എന്ന ആപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് വാച്ച് സ്പേസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് അല്ലാത്ത വാച്ച് സ്പേസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാച്ച് ഹുവായി GT2 പ്രോയ്ക്ക് ഒരുപാട് വേരിയൻസ് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയന്റ് വരുന്നുണ്ട്. ഹുവായിന് അടുത്തൊരു വേരിയന്റ് എന്ന് പറയുമ്പോൾ സ്പോർട്ട് വരുന്നുണ്ട്. ഇതൊരു ആക്റ്റീവ് എഡീഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ സൈസ് നോക്കുമ്പോൾ 1.39 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാറ്ററി സൈറ്റിലേക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിൽ കമ്പനി പറയുന്നത് 10 days തൊട്ട് 40 days വരെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് പറയുന്നത്. ഓക്കെ, ഉപയോഗിച്ച് നോക്കിയാലേ പറയാൻ പറ്റൂ. ഓക്കെ, 10 days തൊട്ട് 40 days എന്തായാലും കിട്ടും ബാറ്ററി ലൈഫ്. ഇവിടെ റൗണ്ട് ഹെഡ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക് വാച്ചിന്റെ ലുക്ക് കൊടുക്കുന്നുണ്ട് വാച്ച്. AMOLED ഡിസ്പ്ലേയും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്നും കൂടെ പറയാൻ സാധിക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സ്ട്രാപ്പിൽ വരികയാണെങ്കിൽ ഹുവായി വാച്ച് GT എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് വാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 21,000 rupees ആണ്. ഇതിന്റെ ഇന്ത്യൻ മാർക്കറ്റ് ഈ വാച്ചിന്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ ആമസോണിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നോക്കിയപ്പോൾ 21,000 ആണ് കാണിച്ചത്. അടുത്ത് ആമസോണിൽ നോക്കിയപ്പോൾ 21,500 കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ വേറെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് എന്തായാലും ലാഭം. ഓക്കെ, എന്തായാലും ട്രസ്റ്റ് ആയിട്ടുള്ളത് ആമസോൺ ആണ്. അപ്പോൾ ഒന്ന് ആമസോണിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ USB കേബിളൊക്കെ Type-C കേബിളാണ്. അതേപോലെ തന്നെ ഇത് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാഗ്നറ്റിക് ആണ്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് നമ്മുടെ വാച്ചിൻ്റെ ബാക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ USB കേബിൾ Type-C കേബിളാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വാച്ച് ചാർജ് ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ വാച്ചിനെ കുറിച്ച് പറയാനാണ്. ഇതൊരു ബ്ലാക്ക് കളർ ആക്കിയിരുന്നെങ്കിൽ വാച്ചുമായിട്ട് മാച്ചിങ് ആയിരുന്നു. ഇത് വൈറ്റ് കളർ ഒരുമാതിരി ബോറായിരുന്നു. അതുകൊണ്ട് USB കേബിൾ ആണെങ്കിൽ ബ്ലാക്ക് കളർ, ഇത് ബ്ലാക്ക് ആക്കിയിരുന്നെങ്കിൽ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ബോക്സിൻ്റെ അകത്ത് എല്ലാം വരുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ പേര് അടുത്തത് ഈ ഹുവായിയുടെ GT3 വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് ഫീച്ചേഴ്സ് അതിലും വരുന്നുണ്ട്.
അത് ആപ്പിൾ iOS യൂസേഴ്സിനൊക്കെ പറ്റിയ കിടിലൻ വാച്ചാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്തായാലും ഇവിടെ വെച്ച് നിർത്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നല്ല നല്ല കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ വെച്ച് ദിസ് ഈസ് മീ സൈനിങ് ഔട്ട്.